ഹായ് ഗൈസ്, അഴിച്ചുവേട്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക് സക്സസ്ഫുൾ ആയതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൽ നമ്മുടെ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോൻ്റെ പ്രചോദനമായത് എന്നുള്ളത് അറിയാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് ഇടാം. കേസ് ഞാൻ പറഞ്ഞത് നമ്മുടെ മോന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സിൽവർ മോളിയും ബ്ലാക്ക് മോളിയും ബ്രീഡ് ചെയ്യാറായിരിക്കുമായിരുന്നു. ബ്ലാക്ക് മോളിക്ക് ഒബ്വിയസ്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, ഞാനെന്താ ചെയ്തതെന്നുള്ളത്. സിൽവർ മോളി നമുക്ക് ബ്രീഡായി. അപ്പോൾ ഞാൻ എന്ത് സെറ്റപ്പാണ് ചെയ്തത് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ മോളി കുഞ്ഞുങ്ങൾ. ഒരു സിൽവർ മോളിയുടെ അടുത്തുനിന്ന് നമുക്ക് 40 കുഞ്ഞുങ്ങളോളം കിട്ടിയിട്ടുണ്ട്. ആ പ്യുവർ ബ്ലാക്ക് കാണുന്നത് മാത്രം നമ്മുടെ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞാണ്. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ സിൽവർ മോളി ബ്രീഡ് ചെയ്തായിരുന്നു. അപ്പം നമുക്കൊരു 40ഓളം കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈ ടാങ്ക് നിറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിൽവർ മോളീനെ അതിൻ്റെ അകത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കറക്റ്റായിട്ട് ആ ചെടിയുടെയൊക്കെ ഇടയ്ക്ക് കയറി നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പോലും നമുക്ക് ചത്ത നിലയിൽ കിട്ടിയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ വളർന്ന് വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് 2 വീക്സ് പ്രായമുണ്ട്. ഗൈസ്, നമ്മൾ സാധാരണ ഗപ്പിയുടെ ഏറ്റവും ചെറിയ ഗപ്പിക്ക് വരുന്ന ചെറിയ ഫുഡില്ലേ, ചെറിയ തരിയുള്ള ഫുഡ്, അതാണ് നമ്മളിപ്പം മോളി കുഞ്ഞുങ്ങൾക്കും ഇട്ട് കൊടുക്കുന്നത്. ചെറിയ രീതിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തരി കാണാവോന്ന് അറിഞ്ഞൂടാ, വളരെ ചെറിയ തരിയാണ്. അങ്ങനത്തെ ഫുഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവരത് അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡും ചെയ്യുന്നുണ്ട്, നല്ല ഗ്രോത്തും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു ഫുഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മോളി ബ്ലാക്ക് മോളി ആണെന്നുണ്ടെങ്കിൽ സിൽവർ മോളി ആണെന്നുണ്ടെങ്കിലും മോളി കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് അത് ശരിയാക്കാം. എനിക്കിതിൻ്റെ അത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കിതിൻ്റെ അത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതേമാതിരി ആദ്യമായിട്ട് പെറ്റ്സ് വന്നതും ഈ പെറ്റ്സിനെ വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷവും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഗൈസ്, ഞാൻ നോക്കിയെടുത്തോളം ഏറ്റവും ഒരു ചിലവ് കുറഞ്ഞ രീതി, ബ്രീഡിങ്ങിന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി നമ്മുടെ ബൗളിൻ്റെയാണ്. കാരണം ഒരു 100-130 രൂപയ്ക്ക് നമുക്ക് ബൗൾ കിട്ടും. പിന്നെ ഒരു ഫിൽറ്ററും കൂടെ ആകുമ്പോഴത്തേക്കും 10-50 എങ്ങനെ വന്നു കഴിഞ്ഞാലും 10-250 രൂപയ്ക്കുള്ളിൽ നമുക്കൊരു ബോൾ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറേ പ്ലാന്റ്സും കുറച്ച് കല്ലുമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഉഗ്രം ബ്രീഡിംഗ് ടാങ്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ട്രൈ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഞാൻ ഇതിൻ്റെ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് പെറ്റ് ആയിട്ട് മീനുകളെ കുറച്ച് മേടിച്ചിട്ട് ആ മീനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ. അപ്പം ആ ഒരൊറ്റ പ്രചോദനം കൊണ്ട് മാത്രം ഇന്ന് വീഡിയോ ഇട്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇത് വരുന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.